ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് അവർ ലാസ്റ്റ് ടോപ്പിക് ഓഫ് മോഡ്യൂൾ 5, ദാറ്റ് ഇസ് ക്വിക്ക് സോർട്ട് അൽഗോറിതം. ക്വിക്ക് സോർട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. സോ റാൻഡമൈസ്ഡ് ക്വിക്ക് സോർട്ട് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ക്വിക്ക് സോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിചാരിക്കും. എന്നാലും ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. നമുക്കൊരു അറേ കാണും. ഓക്കെ, ഒരു അറേയിൽ ഇപ്പം നമുക്ക് 1 3 5 2 ഇങ്ങനെയാണ് നമുക്കൊരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ലോ ആയിട്ടും ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഹൈ ആയിട്ടും സെറ്റ് ചെയ്യും. നമ്മൾ ഇതിലെ ഒരു മിഡ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ഒരു പിവറ്റ് എടുക്കുന്നത്. സോ ഞാനൊരു പിവറ്റ് ഇവിടെ എടുത്തു. ഓക്കെ, ഇതൊരു എൻ്റെ പിവറ്റാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഐ വിൽ അറേഞ്ച് മൈ എലമെൻറ്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളുടെ ഈ ഒരു പിവറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ലെസ് ദാൻ ദ പിവറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് പിവറ്റ് എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ഗ്രേറ്റർ ദാൻ പിവറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ പിന്നെ ബ്രേക്ക് ചെയ്യും. ഇതിനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം ഈ ഒരു 1 3 5 2വിനെ അപ്പം ഇതിനെ ഞാൻ ലാസ്റ്റ് പൊസിഷനിലോട്ട് ഞാൻ കൊണ്ടുപോയി. ഇതിനെ 1 2 5 3 എന്ന് പറഞ്ഞ് വന്നു. ഇതിനെ ഞാൻ സ്വാപ്പ് ചെയ്യുവാണ് ബേസ്ഡ് ഓൺ 5 ഇസ് ഗ്രേറ്റർ ദാൻ 3. അതിനെ ഞാൻ 1 2 3 5 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പിവറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? പിവറ്റിൻ്റെ പൊസിഷൻ ഇതാണ് അല്ലേ? പിവറ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഞാൻ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുവാണ്. അപ്പം 1 2 3യും ഇവിടെ എനിക്ക് 5ഉം ആണ് വന്നേക്കുന്നത്. ഇനി ഇതിൽ ഞാൻ ക്വിക്ക് സോർട്ട് ചെയ്യുവാണ്. ക്വിക്ക് സോർട്ട് ചെയ്യുമ്പോഴത്തേനും എഗെയിൻ ഐ ആം ടേക്കിംഗ് ദ മിഡ് എലമെൻറ്റ് ആസ് ദ പിവറ്റ് എലമെൻറ്റ്. ഇതിനെ പിവറ്റ് എലമെൻ്റ് ആക്കിയിട്ട് ഈ പിവറ്റ് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഐ എം ചെക്കിംഗ് വെദർ ഇറ്റ് ഇസ് ലെസ് ദാൻ എക്സ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്. ഓക്കെ, അതിനനുസരിച്ച് എഗെയിൻ ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്, ക്വിക്ക് സോർട്ട് ചെയ്യുവാണ് 1നെയും 2നെയും പിന്നെ 3നെയും അല്ലേ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഒരു പിവറ്റ് എലമെൻറ്റ് ഞാൻ എടുക്കുവാണ്. ഈ പിവറ്റ് എലമെൻറ്റ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അഗെയിൻ 1 ആൻഡ് 2. പിന്നെ ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ഒരുമിച്ചെടുത്ത് എഴുതുവാണ്. സോ ആർ സോർട്ടഡ് അറേ വുഡ് ബി 1 2 3 ആൻഡ് 5. ഇതാണ് നമ്മുടെ അൽഗോരിതം. ഇതിൽ ലോ ഇസ് ഗ്രേറ്റർ ദാൻ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഓരോന്ന് ട്രവേഴ്സ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ലോ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ എക്സിറ്റ് കണ്ടീഷനാണ്. വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ അറേ സോർട്ടഡ് ആണെന്നുള്ള രീതിക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റിനെയാണ് ഇവിടെ നമ്മൾ പിവറ്റ് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. സോ എഗെയിൻ നമ്മളൊരു പിവറ്റ് എലമെൻ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേനും ക്വിക്ക് സോർട്ടിൽ നമ്മൾ എടുക്കുമ്പോഴത്തേനും അതിന് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. സോ ചിലപ്പോൾ മിഡ് എലമെൻ്റ് ആയി, ഇപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് മിഡ് എലമെൻ്റ് ആണ്. ചില കേസിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ പിവറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ബട്ട് സ്റ്റിൽ വി ആർ അവെയർ ഓഫ് വാട്ട് ഇസ് ദി വിച്ച് എലമെൻറ്റ് വിൽ ബി ദ പിവറ്റ് എലമെൻറ്റ് എന്നുള്ളത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ സബ് അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദി എലമെൻറ്റ്സ് ലെസ് ദാൻ എക്സ് ഇസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ഓൾ ദി എലമെൻറ്റ്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് ഓൺ ദ റൈറ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും അതിൽ ക്വിക്ക് സോർട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ നോർമൽ ക്വിക്ക് സോർട്ട് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ വേർസ്റ്റ് കേസ് റണ്ണിങ് ടൈം എന്ന് പറയുന്നത് O(n²) ആവറേജ് കേസ് O(n)log(n) ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇതിൽ റാൻഡമൈസ്ഡ് ക്വിക്ക് സോർട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റാൻഡമൈസ് ക്വിക്ക് സോർട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റാൻഡമൈസ് ക്വിക്ക് സോർട്ടിൽ ഇത്രയേ ഉള്ളൂ. റാൻഡം എന്ന് പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെന്തുകൊണ്ടാണ്? നമ്മൾ പിവറ്റ് എലമെൻ്റ് എടുക്കത്തില്ലേ, ആ പിവറ്റ് എലമെൻ്റ് എടുക്കുന്ന റാൻഡം ആയിട്ടായിരിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പം ഞാൻ മിഡ് എലമെൻ്റ് ആയിട്ടാണ് എടുത്തത്. ഇപ്പം നമ്മൾ ഈ ഒരു എഴുതിയ അൽഗോരിതത്തിനകത്ത് നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ റാൻഡം ആയിട്ടാണ് ഈ ഒരു പിവറ്റ് എക്സ് എന്ന് പറയുന്ന സാധനം ചൂസ് ചെയ്യുന്നത്. സോ വി ആർ ചൂസിങ് എ റാൻഡം നമ്പർ ദാറ്റ് ഇസ് എക്സ്. അത് കഴിഞ്ഞിട്ട് ഈ എക്സിൻ്റെ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സിന് അത്രയും എന്തുമാത്രം കൗണ്ട് എന്നുള്ളത് SCയിലും ഗ്രേറ്റർ ആയിട്ടുള്ളതിനെ ഞാൻ GCയിലും സ്റ്റോർ ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനനുസരിച്ചാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിലപ്പം ഒരു റാൻഡം, ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു അറയിൽ 1 5 7 9
അത് കഴിഞ്ഞ് 0 കാണും. ചിലപ്പോൾ ഞാൻ ഈ ഒരു എലമെൻറ്റിനെ ആയിരിക്കും പിവറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. പിടികിട്ടിയോ? എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും ഞാൻ എന്താണ് ക്വിക്ക് സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതേ ഉള്ളൂ നമ്മളുടെ ക്വിക്ക് സോർട്ടും റാൻഡമൈസ്ഡ് സോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് നമ്മളിവിടെ ഒരു നമ്പറിനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എലമെൻറ്റ് മിഡ് എലമെൻ്റ് ആണോ അല്ലയോ നമ്മൾ ജസ്റ്റ് നോക്കുന്നു. സോ ഇറ്റ് ഇസ് എ സെൻട്രൽ പിവറ്റ് എന്ന് പറയുന്നത് ഏത് കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നമ്പറിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേറ്റർ ദാനും ലെസ് ദാനും ബോത്ത് ഓഫ് ദം നമ്മൾ നോക്കുമ്പോഴത്തേനും ഈക്വൽ കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മിഡ് എലമെൻറ്റ് ദാറ്റ് വി ഹവ് ചോസൺ. അപ്പം അതിനനുസരിച്ച് എഗെയിൻ നമ്മൾ സബ് അറേസ് ആയിട്ട് ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം കേട്ടോ. സബ് അറേസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ലെഫ്റ്റ് സൈഡ് ലെസ് ദാൻ എക്സും റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ എക്സും അത് കഴിഞ്ഞ് റാൻഡമൈസ്ഡ് ക്വിക്ക് സോർട്ട് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇതിൻ്റെ വേർസ്റ്റ് കേസ് സിനേറിയോ എന്ന് പറയുന്നത് O(n log n) ആണ്. പിടികിട്ടിയോ? അപ്പം ഇവിടെ നമുക്ക് O(n²) ആണ്, ഇവിടെ O(n log n) ആണ്. അതായത് നമുക്ക് ഒരു പിവറ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഒരു ടൈം വേണ്ട. നമ്മൾ റാൻഡം ആയിട്ടാണ് എല്ലാ സ്റ്റേജിലും. ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ്, നമ്മളിവിടെ ഒരു അറേ ഉണ്ട്, അതിനെ എന്നിട്ട് ഞാൻ വീണ്ടും പിവറ്റ് എലമെൻറ്റ് എവിടെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. എഗെയിൻ ഈ കുട്ടി അറേയിലും നമ്മളൊരു പിവറ്റിനെ കണ്ടുപിടിച്ചാണ് ഇതിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പം പിവറ്റ് കണ്ടുപിടിക്കേണ്ട ഓരോ സിറ്റുവേഷനിലും നമുക്ക് റാൻഡമൈസ് ചെയ്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ റാൻഡമൈസ്ഡ് ക്വിക്ക് സോർട്ട് അൽഗോരിതം. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ മോഡ്യൂൾ 5 പോർഷൻ. സോ എക്സാംസ് ഒക്കെ വരികയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ കൊടുക്കുക. എനിക്ക് കുറേ ഡൗട്ട്സ് നോക്കാനായിട്ട് കിടപ്പുണ്ട്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ക്വയറീസ് എല്ലാം ആൻസർ ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.